നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ഇനി പറക്കാം കുറഞ്ഞ ചിലവിൽ. പ്രവാസികളുടെ ഏറെ നാളായുള്ള ആവശ്യമാണ് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുറയ്ക്കണമെന്നത്. എന്നാൽ ഇപ്പോൾ അതിലൊരു ചെറിയ ആശ്വാസമായി ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുകയാണ് ഇന്ത്യൻ ബജറ്റ് വിമാന കമ്പനിയായ ഇൻഡിഗോ എയർലൈൻസ്. ടിക്കറ്റ് നിരക്കിനൊപ്പം ഇന്ധന ചാർജ് ഈടാക്കുന്നത് വിമാന കമ്പനി താൽക്കാലികമായി നിർത്തിവെച്ചതാണ് യാത്രക്കാർക്ക് കുറഞ്ഞ ടിക്കറ്റ് ലഭ്യമാക്കുന്നതിലേക്ക് നയിച്ചത്. 2024 ജനുവരി 4 മുതൽ ആഭ്യന്തര അന്തർദേശീയ റൂട്ടുകളിൽ ബാധകമായ ഇന്ധന ചാർജ് നീക്കം ചെയ്യുന്നതായി തങ്ങളുടെ യാത്രക്കാരെ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഇൻഡിഗോ അധികൃതർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇതോടെ 400 ദിർഹത്തിൽ താഴെയാണ് ഇന്ത്യ UAE ടിക്കറ്റ് നിരക്ക്. ഡൽഹി, മുംബൈ, കേരളത്തിന്റെ ചില ഭാഗങ്ങളിലേക്ക് നിലവിൽ ടിക്കറ്റ് നിരക്ക് 400 ദിർഹത്തിൽ താഴെയാണ്. ഇൻഡിഗോയുടെ പുതിയ തീരുമാനം അനുസരിച്ച് ജനുവരി, ഫെബ്രുവരി അതുപോലെ തന്നെ മാർച്ച് മാസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് വളരെ കുറവായിരിക്കും. എന്നാൽ വലിയ രീതിയിലൊന്നും വിമാന ടിക്കറ്റുകളിൽ ഇളവ് പ്രതീക്ഷിക്കേണ്ടെന്നും 300 മുതൽ 1000 രൂപയുടെ വരെ കുറവ് പ്രതീക്ഷിക്കാമെന്നുമാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. എങ്കിൽ പോലും അത്രയെങ്കിലും ലാഭം വിമാന ടിക്കറ്റിൽ യാത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രാ ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിഗോ ഇന്ധന നിരക്ക് നിശ്ചയിച്ചിരുന്നത്. പരമാവധി 1000 രൂപ വരെയാണ് ഈടാക്കിയിരുന്നത്. ഗൾഫിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ നിരക്കിൽ ചുരുങ്ങിയത് 800 രൂപയുടെ വർധനവ് ഉണ്ടായിരുന്നു. തീരുമാനം പിൻവലിക്കുന്നതോടെ ഡൽഹി കൊച്ചി യാത്രയിൽ ഏകദേശം 650 രൂപയുടെയും മുംബൈ കൊച്ചി യാത്രയിൽ 550 രൂപയുടെയും ചെന്നൈ കൊച്ചി യാത്രയിൽ 400 രൂപയുടെയും കുറവുണ്ടാകും. ഒഴിവാക്കുന്ന ഇന്ധന നിരക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ 500 കിലോമീറ്റർ വരെയാണെങ്കിൽ 300 രൂപയും, 501 മുതൽ 1000 ആണെങ്കിൽ 400 രൂപയും, 1001 മുതൽ 1500 വരെയാണെങ്കിൽ 550 രൂപയും, 1501 മുതൽ 2500 വരെയാണെങ്കിൽ 650 രൂപയും, 2501 മുതൽ 3500 വരെയാണെങ്കിൽ 800 രൂപയും, 3501 മുതൽ അതിന് മുകളിലാണെങ്കിൽ 1000 രൂപ എന്നിങ്ങനെയാണ് കുറവ് ഉണ്ടാവുക. 2023 ഒക്ടോബർ 6 ഇന്ധന ചാർജ് ഈടാക്കി ടിക്കറ്റ് നൽകാൻ ഇൻഡിഗോ തീരുമാനിച്ചത്. ഒക്ടോബർ 1 ഇൻഡിഗോ പ്രഖ്യാപിച്ച ഇന്ധന ചാർജ് പ്രകാരം ടിക്കറ്റ് ചാർജിൽ 300 മുതൽ 1000 രൂപ വരെ വ്യത്യാസം വന്നിരുന്നു. എന്നാൽ ഏവിയേഷൻ ടർബൈൻ ഫ്യുവൽ പ്രൈസിൽ അതായത് ATF കുറവ് വന്നതോടെ ടിക്കറ്റ് നിരക്കിൽ നിന്നും ഇന്ധന ചാർജ് ഒഴിവാക്കാമെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു വിമാന കമ്പനി. ഒക്ടോബറിന് ശേഷം 3 തവണയാണ് ATF-ൽ കുറവ് രേഖപ്പെടുത്തിയത്. ATF-ൽ ഇനിയും വ്യതിയാനം സംഭവിക്കാമെന്നതിനാൽ ടിക്കറ്റ് നിരക്കിൽ വ്യത്യാസം വരുത്താൻ സാധ്യതയുണ്ടെന്നും ഇൻഡിഗോ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും യാത്രക്കാർക്കൊക്കെ വളരെ സന്തോഷകരമായ, വളരെ ആശ്വാസമായ ഒരു തീരുമാനം തന്നെയാണ് ഇൻഡിഗോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മറ്റുള്ള വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് പ്രവാസികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.